നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസ് ഒക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടത്തോരനാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത്. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അധികം താമസിക്കാതെ തന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കുറച്ച് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാൻ 2 വലിയ സവാളയാണ് ചേർക്കുന്നത്. സവാള ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതിന് ശേഷം വേണം ചേർക്കാം. നിങ്ങൾ ചെറിയ സവാളയാണ് എടുക്കുന്നതെങ്കിൽ 3 സവാള എടുക്കാം. സവാളയൊക്കെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നല്ലതാണ്. സവാള കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. ഇതുകൂടി സവാള വഴച്ചതിൽ ചേർത്തിട്ട് നമുക്കൊന്നുകൂടി 2-3 മിനിറ്റ് ഒന്ന് വഴച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ചെടുക്കാം. ഇത് നമുക്ക് സവാള വഴച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കുറച്ച് 2-3 മിനിറ്റ് വഴറ്റണം. തക്കാളി ഒന്ന് സോഫ്റ്റായി വെന്തുടയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വേണം വഴറ്റി കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. അതുകൂടി നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ നടുവിൽ ഒരു കുഴി പോലെ ആക്കിയിട്ട് നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് തക്കാളി മസാലയായിട്ട് നന്നായിട്ട് യോജിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ സമയം വഴറ്റുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മുട്ടത്തോരൻ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം. പക്ഷെ മല്ലിയില ചേർത്താൽ വേറൊരു ടേസ്റ്റാണ്, വേറൊരു മണമാണ് ഇതിന്. അതുകൊണ്ട് ഞാനിവിടെ മല്ലിയിലയാണ് ചേർക്കുന്നത്.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണിത്. കുറച്ച് ഗരം മസാലയും പിന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് കുറച്ച് വ്യത്യാസമുള്ള ടേസ്റ്റാണിത്. എന്തായാലും കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.